ജോർജ് പൊടിപ്പാറ, താങ്കൾക്ക് മറുപടി പറയേണ്ടത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കോൺഗ്രസ് എന്താണ് കാലാകാലങ്ങളിലായി ഈ വർഗീയ പ്രസ്ഥാനത്തോട് ചെയ്തുകൊണ്ടിരുന്നത് എന്ന്, ആ വർഗീയതയോട് ഒരു സമരസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയ നേതാക്കളുടെ ലിസ്റ്റാണ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരുടെ ഒന്നും പഴയ ലിസ്റ്റ് എടുക്കാനല്ല ശ്രമിച്ചത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ RSS ഈ രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടുന്നില്ല, മല്ലികാർജ്ജുൻ ഖാർഗെ ഒന്നും മിണ്ടുന്നില്ല, സോണിയാഗാന്ധി ഒന്നും മിണ്ടുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാർ മിണ്ടുന്നുണ്ട്. പഴയ ചരിത്രം താങ്കൾ അത് എടുത്തു വെച്ച് ഇതിനെ മറയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ഇന്നത്തെ ഈ കാര്യം പറയേണ്ടതിന് പകരം താങ്കൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് കോൺഗ്രസിന് വേണ്ടി താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ കോൺഗ്രസ്സുകാർ ഈ കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെയൊക്കെയാണ് ആരോപണങ്ങളിലൂടെ മൂടുന്നത് എന്ന് താങ്കൾ കാണുന്നുണ്ടല്ലോ. ഇതിന് അർഹതയുണ്ടോ അവർക്ക്? ഡോക്ടർ ലാൽ, താങ്കൾക്ക് ഈ RSS ചെയ്തതിനെ വിമർശിക്കുക, അത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലാക്കുന്ന എന്തിനാണ്? ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന് ദേശീയ സ്വാതന്ത്ര്യ സമരം നയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പറഞ്ഞ RSS ആണെന്ന് തോന്നുന്നു. മഹാത്മാഗാന്ധി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി RSS കാരനായിരുന്നു. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ദാദാഭായ് നവറോജി, ഈ സ്വാതന്ത്ര്യ സമരത്തിലെ മഹാപുരുഷന്മാര് അല്ലെങ്കിൽ മനുഷ്യരൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു. ആ കൂട്ടത്തിൽ അന്ന് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുണ്ടായിരുന്നു. ഞങ്ങൾ അത് നിഷേധിക്കുന്നില്ല. പക്ഷെ നിങ്ങളിപ്പോ ഈ RSS ചെയ്യുന്ന തോന്നിവാസത്തിനെല്ലാം നിങ്ങൾ കോൺഗ്രസിന്റെ അക്കൗണ്ടിലാക്കുന്നതിനാ ഡോക്ടർ ലാൽ? നിങ്ങൾക്ക് കേരളത്തിലെ സംഘടിത രാഷ്ട്രീയത്തിന് വേണ്ടി കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിൽ അടിച്ചേ തീരൂ എന്ന വാശി കൊണ്ട് അങ്ങനെയല്ല ശ്രീ ജോർജ് പൊടിപ്പാറ, ഒറ്റ മിനിറ്റ്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ പറയുന്ന BJPയോട് സമരസപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ അവർ നടത്തുന്ന ആരോപണത്തിനൊപ്പം നിന്ന് ജമാഅത്തേക്ക് പിന്താങ്ങി കൊടുക്കുന്ന കോൺഗ്രസിനെയാണ് താങ്കൾ ഇപ്പോൾ പ്രതിരോധിക്കുന്നത്. അല്ല ഡോക്ടർ ലാൽ, താങ്കൾ ഇടപെടാതിരിക്കൂ പ്ലീസ്. താങ്കളും P ജയരാജൻ സഖാവും ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു 50% മേധാവിത്വം ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇടപെടരുത് പ്ലീസ്. ഞാൻ ചോദിക്കുക മാത്രമാണ്. ചോദ്യമായിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്താണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊരു കാര്യം ഞാൻ പറയുന്ന പോയിന്റ് ഇല്ല. CPM വിരുദ്ധതയിൽ ഒരു യോജിപ്പുമില്ല എനിക്ക്. RSSുമായിട്ട് ഒരിക്കലും സമരസപ്പെടാത്ത, RSSന്റെ ലക്ഷ്യങ്ങളുമായിട്ട് ഒരിക്കലും എന്താ പറയാ ഒരു ഘട്ടത്തിൽ പോലും ഒരു മമതയും തോന്നാത്ത, ഹൃദയത്തിലോ ആത്മാവിലോ ഒരിടത്തും ആ ഒരു വർഗീയതയുടെ ഒരു ചെറുതുപോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. RSSന് വേണ്ടി അക്കാലത്ത് പിടിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ RSSനെ ചാരി, പോത്തിനെ ചാരി എരുമയെ തല്ലുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ CPMന്റെ. നിങ്ങൾക്ക് ആരോടാണ് മുഖ്യ വിരോധം? നിങ്ങൾ ആരെയാണ് മുഖ്യ ശത്രുവായി കാണുന്നത്? കോൺഗ്രസിനെയാണോ അതോ RSSനെയാണോ? നിങ്ങൾക്ക് ഇപ്പോഴും RSS ഇപ്പൊ ചെയ്യുന്ന തോന്നിവാസത്തിന് കോൺഗ്രസിൽ എന്തിനാ അടിക്കുന്നത്? ഇന്ന് പിണറായി വിജയൻ പോസ്റ്റ് ഉണ്ട്, CPMന്റെ പോസ്റ്റുകളൊക്കെ ഉണ്ട്, CPM നേതാക്കളുടെ ഒക്കെ. എല്ലാവരും ചെറിയ CPM നേതാവാണെങ്കിൽ പോലും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ പോസ്റ്റുകൾ എവിടെയുണ്ട് താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാൻ? വർഗീയ വിഷം തുപ്പുന്ന ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ തോളെ കയറ്റിക്കൊണ്ട് നടക്കുക, കൈപിടിച്ചുകൊണ്ട് നടക്കുക. എന്താണ് ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾ ഇത് ചോദിക്കുമ്പോൾ താങ്കൾ വേറെ എവിടെയൊക്കെയാണ് പോകുന്നത്? പറഞ്ഞ് നിങ്ങൾ എന്തൊരു ആഹ്ലാദമാണ്, നിങ്ങൾ അഭിരമിക്കുകയാണ്, നിങ്ങൾ ഉന്മാദം കൊള്ളുകയാണ്. ഞങ്ങൾ 3-ാം ഊഴം ഉറപ്പാക്കി എന്ന് പറഞ്ഞു. ഇവർക്കൊന്നും ഒരു സാമുദായിക വികാരം ഇല്ലാത്തവരാ? ഈ ഗാന്ധിജിയോട് നിങ്ങൾക്ക് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, ഇന്ന് രാഹുൽ ഗാന്ധി ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന സ്റ്റാമ്പിനെതിരെയോ ഈ പറയുന്ന 100 രൂപയുടെ നാണയത്തിനെതിരെയോ എന്തെങ്കിലും ഒരു വാക്ക് രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തോ? എന്നാണ് സുഹൃത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ രീതിയിലൊക്കെ ഈ പറഞ്ഞ വിരോധമൊക്കെ തോന്നി തുടങ്ങിയിട്ടുള്ളത്? നിങ്ങൾക്ക് എന്നാണ് ഈ RSS വിരോധമൊക്കെ ഇപ്പൊ ഇത്രയും ശക്തമായിട്ട് വന്നു തുടങ്ങിയത്? ഞാനിപ്പോ നിങ്ങൾ സഖ്യം ചേർന്നിട്ടുണ്ടെന്നോ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ടെന്നോ ഒരുമിച്ച് മത്സരിച്ച് ഈ വക ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് നാണംകെട്ട അധ്യായങ്ങളുണ്ട്. മറക്കാൻ ഇഷ്ടപ്പെടുന്ന, ഓർമ്മിക്കാൻ ഒരിക്കലും അഭിമാനപൂർവ്വം ഓർക്കാൻ കഴിയാത്ത ഒരുപാട് അരിഷ്ടതകള് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും. അങ്ങനെയുണ്ടോ ശ്രീ ജയരാജൻ? അങ്ങനെയുണ്ടോ? അങ്ങനെ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോ അംഗീകരിക്കാത്തവരല്ലേ? ഇവിടെ ഈ നമ്മൾ അതെ ഞാൻ പിന്നെ പൊടിപ്പാറക്ക് ആദ്യം മറുപടി പറയാം. ഒന്ന്,
ഈ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണല്ലോ പൊടിപ്പാറയെ നമ്മൾ സംസാരിക്കുന്നത്. 1940 സെപ്റ്റംബർ 15 തലശ്ശേരി ജവഹർഘട്ടിൽ 2 രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവർ, രക്തസാക്ഷികളായവർ. ഒന്ന് അബുമാസും രണ്ടാമതും ചാത്തുകുട്ടിയുമാണ്. അവർ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റുകാരാണ്. 40 സെപ്റ്റംബർ 15 ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ ആഹ്വാനമനുസരിച്ച് സാമ്രാജ്യ വിരുദ്ധ ദിനത്തിന് ഒത്തുചേർന്ന ജനക്കൂട്ടത്തെ വെടിവെച്ച് പിരിച്ചുവിടാൻ ബ്രിട്ടീഷുകാർ തയ്യാറായപ്പോൾ അതിനു മുമ്പിൽ നെഞ്ഞുവിരുത്ത് പോരാടിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കയ്യൂർ സമരസേനാനികളിൽ നാനാജാതി മതസ്ഥന്മാരുണ്ടല്ലോ, അവരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ബ്രിട്ടീഷുകാരാണ് തൂക്കിക്കൊന്നത്. അങ്ങനെ എത്രയെത്ര സമരങ്ങൾ. ഞാൻ അതിൻ്റെ ഭാഗങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇവിടെ ഷാബു പറഞ്ഞ ചില കാര്യങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട് ലാൽ. ഇവിടെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഗാന്ധിക്കെതിരായിട്ട് വിമർശനം ഉന്നയിച്ചു, മുദ്രാവാക്യം ഉയർത്തി. തീർച്ചയായിട്ടും ഗാന്ധിയോട് ഞങ്ങൾക്ക് മാത്രമല്ല സുഭാഷ് ചന്ദ്രബോസിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മഹാത്മാഗാന്ധി രാജ്യത്തിലെ ദേശീയ പ്രസ്ഥാനത്തിനു വേണ്ടി നാനാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ ഒന്നിപ്പിക്കാൻ നടത്തിയിട്ടുള്ള പരിശ്രമത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നു. 1920 മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോടാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗം ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. അത് പിന്നീട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഐത്തോച്ചാടനത്തിന് വേണ്ടിയിട്ടാണ്. ആ ഐത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ സനാതനികൾ എന്ന പേരിലാണ് ഇന്നത്തെ RSSൻ്റെ അന്നത്തെ തലമുറക്കാർ പ്രതിഷേധിച്ചത്. കരിങ്കൊടി പ്രകടനം നടത്തിയിട്ടുണ്ട്. അവരാണിപ്പോൾ ഗാന്ധിയെ ആദരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. ഇവിടെ ഷാബു പറയുന്നത് ഞങ്ങളുടെ RSSൻ്റെ ശാഖകളിലൊക്കെ ഗാന്ധിയെ ഞങ്ങൾ ആദരിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത് ഫാസിസ്റ്റുകൾ എല്ലായിടത്തും നടത്തുന്ന നുണപ്രചരണത്തിൻ്റെ ഒരു സാമ്പിളാണ്. ആ നുണയുടെ അദ്ദേഹവും ഇവിടെ ആവർത്തിക്കുകയാണ്. 1963 CPM-നെ നിരോധിച്ചു. CPM-നെ നിരോധിച്ചിട്ടില്ല. ഇന്ത്യ ചൈന യുദ്ധം സംബന്ധിച്ച് CPM കൈക്കൊണ്ടുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതാക്കന്മാരെ അന്നത്തെ കോൺഗ്രസ് ഭരണകൂടം ജയിലിലടച്ചിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. എന്നാൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പറഞ്ഞത് എന്താ? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം, അതിർത്തി തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നാണ്. ഇപ്പോൾ BJP ഗവൺമെൻറ്റും മറിച്ചൊരു നിലപാടല്ലല്ലോ സ്വീകരിക്കുന്നത്. കോൺഗ്രസിനും മറിച്ചൊരു നിലപാടല്ല പിന്നീട് സ്വീകരിക്കേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് CPM-നെ 63 നിരോധിച്ചു എന്നുള്ള നുണ ഇനിയെങ്കിലും പറയാതിരിക്കാൻ ഷാബു പരിശ്രമിക്കണം എന്നതാണ് പറയാനുള്ളത്. പിന്നെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സവർക്കർ നിങ്ങൾ പൊക്കിപ്പിടിക്കുന്ന ആളാണല്ലോ. RSSൻ്റെ ഈ സായുധ അർദ്ധ സൈനിക വിഭാഗമായിട്ടുള്ള RSSനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആളാണല്ലോ സവർക്കർ. ആ സവർക്കർ ആദ്യകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആന്തമാനിലെ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. ജയിലിലടച്ചുകൊണ്ട് അദ്ദേഹം ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തതെന്ന് പറഞ്ഞല്ലോ. ഇതാ എൻ്റെ കൈവശമുണ്ട്, അദ്ദേഹം എഴുതി കൊടുത്തതിൻ്റെ രേഖ എൻ്റെ കൈവശമുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അപാരമായ ഔദാര്യത്താലും ദയാവായ്പിനാലും എന്നെ വിട്ടയക്കുകയാണെങ്കിൽ നവോത്ഥാനത്തിൻ്റെ പരമോന്നത രൂപമായ ഇംഗ്ലീഷ് സർക്കാരിൻ്റെ ശക്തനായ വക്താവായി ഞാൻ മാറുകയും ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയോട് പരിപൂർണമായ വിധേയത്വം ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യും. കൂടാതെ എൻ്റെ പരിവർത്തനം ഒരിക്കൽ എന്നെ മാർഗദർശകനായി കണ്ട ഇന്ത്യയിലും വിദേശത്തുമുള്ള തെറ്റായി നയിക്കപ്പെടുന്ന അനേകം യുവാക്കളെ ബ്രിട്ടീഷ് അനുകൂല നിലപാടിലേക്ക് മടക്കിക്കൊണ്ടുവരും. എൻ്റെ മനംമാറ്റം മനസാക്ഷിയുടെ പ്രേരണയാൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാവി പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അതിനാൽ സർക്കാരിൻ്റെ ഇഷ്ടമനുസരിച്ച് സർക്കാരിനെ ഏത് വിധത്തിൽ സേവിക്കുന്നതിനും ബ്രിട്ടീഷ് ഗവൺമെൻറ് സേവിക്കാൻ വേണ്ടി എഴുതി കൊടുക്കുകയാണ്. RSSൻ്റെ ഇഷ്ട നേതാവായിട്ടുള്ള സവർക്കർ. എന്നെ ജയിലിലടച്ചാലുള്ള മെച്ചത്തേക്കാളും അധികമായിരിക്കും അത് എന്നതാണ്. അപ്പോൾ ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് പുറത്തു വന്നിട്ടുള്ള സവർക്കറെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ താഴത്താക്കിയിട്ട് സവർക്കറുടെ ഫോട്ടോ ഉയർത്തിപ്പിടിക്കുക. അപ്പോൾ നിങ്ങൾ രാജ്യദ്രോഹികളാണ്. ഈ രാജ്യത്തോട് നിങ്ങൾക്ക് കൂറില്ലാത്തവരാണ്. സ്വതന്ത്ര ഇന്ത്യയോട് ആത്മാർത്ഥമായിട്ടുള്ള കൂറില്ലാത്ത പ്രസ്ഥാനമാണ് RSS. ആ RSS ഇപ്പോൾ തീർച്ചയായിട്ടും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ്റിൻ്റെ തലവനാണ് പ്രധാനമന്ത്രി മോദി. ആ മോദി RSSനെ വെള്ളപൂശുന്നു. എന്നിട്ട് പറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സേവന പ്രസ്ഥാനമാണ് RSS. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ രക്തപങ്കിലമായിട്ടുള്ള അനുഭവം സമ്മാനിച്ച ഒരു ശക്തിയാണ് RSS. മഹാത്മാഗാന്ധി നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്,
RSSൻ്റെ കൈകളുണ്ട് വർഗീയ കലാപങ്ങളിൽ. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അവ പറഞ്ഞു ഞങ്ങൾക്കങ്ങനെ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നിലപാടില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളതൊരു പരസ്യ പ്രസ്താവനയായിട്ട് നടത്തൂ എന്ന് ഗോൾവാൾക്കറോട് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിയോട് പരിഹാസപൂർവ്വം പറഞ്ഞത് ഞങ്ങളങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നില്ല, നിങ്ങൾ ഇറക്കിയാൽ മതി എന്നാണ് മഹാത്മാഗാന്ധിയോട്. അപ്പോൾ ആ തരത്തിൽ മഹാത്മാഗാന്ധി അവഹേളിക്കുക മാത്രമല്ല പിന്നീട് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നതിലേക്ക് സാഹചര്യം എത്തിക്കുന്നതിൽ RSS വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിലെ ഗൂഢാലോചന കേസിൽ പ്രതിയായിരുന്നു സവർക്കർ. ആ സവർക്കറെക്കുറിച്ച് പിന്നീട് കപൂർ കമ്മീഷൻ, ജയൽ കപൂർ കമ്മീഷൻ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് RSSൻ്റെ പങ്കാളിത്തം. അപ്പോൾ അതൊന്നും മൂടി വെക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും ചരിത്രത്തിൽ അത് തീർച്ചയായിട്ടും അത് പുറത്തു വരും. ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് അതിനെ ഞാൻ കണക്കാക്കുന്നത്.